ഗുരുവായൂരപ്പന്റെ മാനസപുത്രൻ ഗുരുവായൂർ ദേവസ്വം ഗോകുൽ വിഷ്ണുപാദം പോകി. 35 വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു. 1994 ജനുവരി മാസം 4-ാം തീയതി രഘുനന്ദൻ എന്ന ഭക്തൻ ഗുരുവായൂരപ്പന് നടയിരുത്തിയ കുട്ടിക്കൊമ്പനായിരുന്നു ഗോകുൽ. അന്ന് അവന് പ്രായം 3 വയസ്സിനോടടുത്ത് മാത്രം. വളരെ പെട്ടെന്ന് തന്നെ ഗോകുൽ ഏവരുടെയും പ്രിയപ്പെട്ടവനായി മാറി. പ്രായത്തിൽ കവിഞ്ഞ വളർച്ച അവനെ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമാക്കി മാറ്റി. തിടമ്പാനയായും കൂട്ടാനയായും ഗോകുൽ ഉത്സവപ്പറമ്പുകളിൽ തൻ്റെ സ്ഥാനമുറപ്പിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊയിലാണ്ടിയിലെ ഉത്സവാഘോഷത്തിനിടയിൽ കൂട്ടാനക്കുത്തിനിരയായ ഗോകുലിന്റെ ഇടത്തെ നടയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് 2 മാസത്തോളം വിദഗ്ധ ചികിത്സയിൽ നിൽക്കുകയായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത ഗോകുൽ ഈ കഴിഞ്ഞ വടക്കുന്നാഥൻ ആനയൂട്ടിൽ പങ്കെടുത്തിരുന്നു. 2 ദിവസം മുമ്പ് ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിട്ടിരുന്ന ഗോകുൽ ഇന്ന് ഉച്ചയോടെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഗോകുലിന്റെ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. ഇന്ന് കോടനാട് വനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗോകുലിന്റെ ജഡം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. ഗോകുൽ കൂടി വിട പറഞ്ഞതോടെ ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്ത് 35 ചുരുങ്ങി. ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ ഗുരുവായൂരപ്പന്റെ മാനസപുത്രൻ ഗുരുവായൂർ ദേവസ്വം ഗോകുലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം.